ഇതേപോലത്തെ ഒരു ബോക്സ് എടുക്കുക. ഇത് എനിക്ക് ചപ്പല് വാങ്ങിയപ്പോ കിട്ടിയ ബോക്സ് ആണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മേൽക്കൂര വെക്കണം. അതിനൊക്കെ നമുക്ക് വേറെ ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് വേണം മേൽക്കൂരയൊക്കെ വെക്കാൻ. അന്നേരം ഇതിന്റെ ബാക്കിൽ ഒരു ഹോൾ വരും. അവിടെ നമ്മളൊരു ചാർട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ബോക്സ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കാര്യം റെഡിയായി. ഓക്കെ, അടുത്തത് വൈക്കോല്. പുൽക്കൂട് ഉണ്ടാക്കാൻ നമ്മള് വൈക്കോലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ഈ വൈക്കോല് മേൽക്കൂരയുടെ മുകളിലൂടെ ഒക്കെ വെച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് നമുക്കിത് മുകളില് വെച്ചു കൊടുക്കാം. ദേഹത്തൊന്നും മുട്ടാതെ നോക്കണം കേട്ടോ. ഇത് ദേഹത്ത് മുട്ടുമ്പോഴേ ചൊറിയും. എന്നിട്ട് നമുക്കിത് അവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും സൂചി എടുത്തിട്ട് നമുക്കിത് എന്താണ് തുന്നി വെക്കാം. നിങ്ങൾ നോക്കിക്കോ എങ്ങനെ തുന്നുന്നേന്ന്. കയ്യിൽ കയറാണ്ട് നോക്കണേ. എങ്ങനെ, എന്നിട്ട് ഇതൊന്ന് വലിച്ചെടുത്ത് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഈ വൈക്കോല് ചാടി പോകാണ്ട് നൂല് കൊണ്ട് കെട്ടി സെറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് നൂല് കൊണ്ട് ആകെ മുറുക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ തൂങ്ങി കിടക്കുന്ന ഈ പോർഷനൊക്കെ അല്ലേ, അത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇതിന് നീറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ശരിയായി. ഇനി ഈ സൈഡും കൂടി നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മുടെ മേൽക്കൂര, നമ്മുടെ പുൽക്കൂടിന്റെ മേൽക്കൂര ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഉള്ളിലൊക്കെ വൈക്കോല് വെച്ചു കൊടുക്കാനുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡ് നോക്കിക്കോട്ടെ. ഇതിന്റെ പുൽക്കൂടിന്റെ ഉള്ളില് സൈഡില് വെച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് വേറെ ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്ത് അതിന്റെ ഈ ഉൾഭാഗം കീറി കളഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ എന്താ ഞൊറിഞ്ഞിരിക്കുന്ന ഭാഗം അത് നമുക്ക് അവിടെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. കാരണം അവിടെ ഇങ്ങനെ ചുമ്മാ നോക്കുമ്പോ ഒരു ഭംഗിയില്ലല്ലോ. അത് കാരണം കൊണ്ടാട്ടോ, ഇത് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിന്റെ ഉള്ളില് വൈക്കോല് നിരത്താനുള്ളത്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിലും അതേപോലെ നമ്മള് പിൻ ചെയ്ത് വെക്കുന്നു. ഞാൻ എനിക്ക് എളുപ്പത്തിന് എന്താ ചെയ്യുന്നേ, സ്റ്റാപ്ലയർ കൊണ്ട് പിൻ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പശ ഉപയോഗിക്കാം, ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഇനി നമുക്ക് ബാക്കി ഉള്ള പോർഷനില് വൈക്കോല് നിരത്തി കൊടുക്കാം. അടിയിൽ മൊത്തം നിരത്തുക. അതെല്ലാം നല്ല ഒതുക്കി വെക്കുക. കറക്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇനി നമുക്കത് ഇതിന്റെ മുകളിലെ പോർഷൻ കണ്ട, നമ്മൾ വീടിന്റെ ഒക്കെ തട്ടുംപുറം പറയില്ലേ, അതേപോലെയുള്ള ഒരു പോർഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്താണ് വൈക്കോല് നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഏകദേശം ഇതൊക്കെ സെറ്റായി. പിന്നെ ഇത് കണ്ടോ, ആ മേൽക്കൂരേന്റെ അവിടെ ഞാൻ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോ ഇതൊരു കുരിശിന്റെ ഷേപ്പിൽ എടുത്തേക്കുന്നത്. ഇങ്ങനെ കുരിശിന്റെ ഷേപ്പിൽ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി കുരിശിന്റെ ഷേപ്പിൽ വെക്കാന്ന്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ വെക്കാനുള്ള ഉണ്ണീഷും മറിയും ആടും ഒക്കെ ഉണ്ട്. കണ്ടോ, ആടുകൾ, കുറെ ആടുകളുണ്ട് കേട്ടോ. രസമല്ലേ? ഇത് വളരെ വിലക്കുറവിൽ 190 രൂപയ്ക്ക് നമ്മുടെ വീടിന്റെ അടുത്തുനിന്നുള്ള കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇങ്ങനൊക്കെ ഒരുപാട് സാധനങ്ങൾ അതിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ കൂട്ടുകാരെ, എനിക്കുണ്ടല്ലോ ഇതിലുള്ള എല്ലാവരുടെയും പേരൊന്നും അറിഞ്ഞൂടാട്ടോ. ഞാൻ സൺഡേ ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ. എനിക്ക് ഏതാണ്ട് ഇവരുടെ ഒന്നും പേരൊന്നും അറിഞ്ഞൂടാ. നിങ്ങളുടെ മമ്മീനോടൊക്കെ ചോദിച്ച് ഇതിന്റെ പേരൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതെനിക്കറിയാം, മാലാക. ഇനി അതേപോലെ കുറെ സ്റ്റാച്ചു ഇതിന്റെ ഒപ്പം ഉണ്ട് കേട്ടോ. കണ്ടോ, രസമല്ലേ കാണാന്? പിന്നെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് വെറും 190 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. നമുക്കിനി ഓരോന്നിനെയും ഇവിടെ വെച്ച് സെറ്റാക്കി കൊടുക്കാം. ഇനി അടുത്ത നമുക്ക് LED ബൾബ്. രാത്രി നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ LED ബൾബ് വേണ്ടേ, അത് വെച്ച് കൊടുക്കാട്ടോ. ആദ്യം നമ്മളിങ്ങനെ മേൽക്കൂരയിൽ കൂടെ ഒക്കെ വെച്ച് കൊടുക്കണം, പിന്നെ ഉള്ളിൽ വെക്കണം. പിന്നെ ആ തുളച്ചിട്ട് ആ ബൾബ് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെക്കണം. എന്നാലാണ് അതിന്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് ലൈറ്റ് കിട്ടത്തുള്ളൂ. കണ്ടോ,
എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. അടിപൊളിയായില്ലേ? ഇതേപോലെ LED ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം. എല്ലാവരും ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. ഉണ്ണിയേശുനെ കണ്ടോ? എന്ത് രസാന്ന് നോക്കിക്കേ ഉണ്ണിയേശുനെ കാണാന്. എന്താ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയത്. ഇതേപോലെ നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ മമ്മിയുടെയോ പപ്പയുടെയോ അനിയന്റെ അനിയത്തിയുടെ ഒന്നും സഹായമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം. മാലാഖേനെ ഞാൻ ഇതിന്റെ മുകളിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാട്ടോ. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ പുൽക്കൂട്.